അമ്മു, എനിക്കൊന്ന് ഫ്രഷ് ആവണം. അബി അവിടുത്തെ എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു. പിള്ളേരെ, ഞാനിപ്പോൾ വരാട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ദേവു അബിയെയും കൊണ്ട് തങ്ങളുടെ മുറിയിലേക്ക് നടന്നു. മുറിയിലെത്തിയതും അബി ഡോർ ലോക്ക് ചെയ്ത് ദേവുവിനെ ഇറുകെ പുണർന്നതും അവളുടെ ഹൃദയം പോലും വിറച്ചു പോയിരുന്നു. കണ്ണുകളിൽ പ്രണയം നിറച്ചു ആദ്യമായി കാണുന്നത് പോലെ, ആദ്യമായി പുണരുന്നത് പോലെ അവൻ അവളെ ആഞ്ഞു പൊൽകിയപ്പോൾ അവൾക്കും തിരികെ പുണരാതിരിക്കാനായില്ല. കുറച്ചുനേരം ഇരുവർ അതുപോലെ കെട്ടിപ്പിടിച്ചു നിന്നു. അബി അവളെയും കൈകളിൽ കോരിയെടുത്ത് ബെഡിലേക്ക് നടന്നു. അവളെ ബെഡിലേക്ക് പതിയെ കിടത്തി അവളോട് ചേർന്ന് കിടന്നു. അവളുടെ മുഖത്ത് കൂടെ അവൻ്റെ കണ്ണുകൾ അലഞ്ഞു നടക്കുന്നുണ്ട്. പതിവിലും വിപരീതമായി അവൻ അവളെ മതിവരാത്ത പോലെ നോക്കി നിന്നു. ഇതെന്താ എന്നെ ആദ്യമായി കാണുന്നത് പോലെ നോക്കുന്നേ? അവൻ്റെ നോട്ടം കണ്ട് അവൾ ചോദിച്ചു പോയി. അതെന്താ, എനിക്ക് നിന്നെ നോക്കാൻ പാടില്ലേ? അവളുടെ മുഖത്ത് വീണ കിടക്കുന്ന മുടിയിഴകളിൽ വിരൽ ചുഴറ്റിക്കൊണ്ട് അബി ചോദിച്ചു. അതല്ല, എന്നെ ഇങ്ങനെ ആദ്യമായി കാണുന്നത് പോലെ നോക്കുന്ന കണ്ടപ്പോൾ ചോദിച്ചോന്നേ ഉള്ളൂ. അമ്മു, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? അവൻ്റെ സ്വരം വളരെ നേർത്തതായിരുന്നു. ഉണ്ട്, അവൾ മറുപടി പറഞ്ഞു. എന്താ അത്? അബിക്ക് എവിടെയോ ചെറിയ പ്രതീക്ഷ. എനിക്ക് നിങ്ങളുടെ ഈ വെയിറ്റ് താങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ മേലേന്ന് എഴുന്നേറ്റാലേ വലിയ ഉപകാരമായിരുന്നു. ഇതാ എനിക്ക് പറയാനുള്ളത്. ദേവ് പറഞ്ഞത് കേട്ടതും അബി അവളെ കൂർപ്പിച്ചു നോക്കി. എൻ്റെ ഫുൾ വെയിറ്റ് നീ താങ്ങുന്ന സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അത് പൊന്നുമോൾക്ക് ഓർമ്മയില്ലാവോ? അപ്പോഴൊന്നും നീ കമാ എന്നൊരക്ഷരം മിണ്ടാറില്ല. തൻ്റെ ഭാരം അവൾക്ക് കൊടുക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അബി പറഞ്ഞു. അത് പിന്നെ മിണ്ടാൻ നിങ്ങൾ സമ്മതിച്ചിട്ട് വേണ്ടേ? ദേവുവിൻ്റെ മുഖത്ത് നാണം വിരിഞ്ഞു. ഓഹോ, ഇപ്പം അങ്ങനായോ? അവളുടെ മുഖത്തേക്കും കഴുത്തിലേക്കും തൻ്റെ മുഖമുരസി ഇക്കിളി കൂട്ടിക്കൊണ്ടവൻ ചോദിച്ചു. ആ നിമിഷം അവൾ ഉറക്കെ ചിരിച്ചു പോയിരുന്നു. അവിടമാകെ അവളുടെ കളിച്ചിരികൾ ഉയർന്നു വന്നു. അമ്മു, പതുക്കെ, അവരൊക്കെ കേൾക്കും. അബി അവളുടെ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞതും ഒരു നിമിഷം ഇരുവരുടെയും നോട്ടങ്ങൾ തമ്മിലിടഞ്ഞു. കുറച്ചു നേരം ഇരുവരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു. അബി ഏറെ പ്രണയത്തോടെ അവളുടെ നെറുകയിൽ ചുംബിച്ചതും കണ്ണുകളടച്ച് അവൾ ആ ചുംബനം സ്വീകരിച്ചു. അവൻ്റെ ചുണ്ടുകൾ അവിടെ നിന്ന് മൂക്കിലൂടെ ഒഴുകി അവളുടെ ചുണ്ടിലെത്തി നിന്നു. അവളുടെ ചുണ്ടിൽ ഒന്ന് മുത്തിക്കൊണ്ട് അവൻ അവളുടെ അതരങ്ങളിൽ തൻ്റെ അതരങ്ങളാൽ തഴുകി അവളുടെ മൂക്കിൽ തൻ്റെ മൂക്കുകൊണ്ട് ഉരസിക്കൊണ്ടിരുന്നു. ആ നിമിഷം അവൾ അവനെ വട്ടം ചുറ്റി പിടിച്ചു. ഐ ലവ് യു മേരി പ്യാരെ ദിൽ. ഒന്ന് ഉയർന്നു പൊങ്ങി അവൻ്റെ ചുണ്ടിൽ അമർത്തി മുത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. അമ്മു, ഞാനൊന്ന് ചോദിച്ചോട്ടെ? വളച്ചു കേട്ടൊന്നുമില്ല. നീ എന്നെ കളിയാക്കാനും പാടില്ല. അബി മുൻകൂർ ജാമ്യം എടുത്തു. ചോദിക്ക്. എനിക്ക് തോന്നി ഇയാൾക്ക് എന്തോ എന്നോട് ചോദിക്കാനുണ്ടെന്ന്. വന്നപ്പോൾ തൊട്ടേ എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ. എന്താ ഡോക്ടറെ സംഭവം? അത് പിന്നെ എനിക്ക് ദക്ഷ കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞു. അബി അത് പറയുന്നതിനോടൊപ്പം അവൻ്റെ കൈകൾ അവളുടെ ഷോൾഡറിൽ നിന്നും ടോപ്പ് താഴ്ത്തി അവിടെ തൻ്റെ വിരൽ കൊണ്ടവൻ ചിത്രം വരച്ചുകൊണ്ടിരുന്നു. എന്തിന്? ദേവ് തിരിച്ചു ചോദിച്ചു. ഞാനും അവനോട് അത് ചോദിച്ചു. അപ്പോൾ പറയുക അവൻ മാമനാവാൻ പോകുന്നതിനാണത്രേ. ഞാനൊരു അച്ഛനാവാൻ പോകുന്ന കാര്യം അവൻ അറിഞ്ഞെന്ന്. നീ പ്രഗ്നൻ്റ് ആണെന്ന് അത് ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു. അവളൊന്ന് നോക്കി. ഇത് കേട്ടതും ദേവുവിൻ്റെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഒപ്പം അവൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ ഒക്കെയും കാണുമ്പോൾ ചിരിയും വരുന്നുണ്ടായിരുന്നു. അമ്മു, നീ ഞെട്ടിയില്ലേ? ഞാനും ഞെട്ടിയിരുന്നു. ഞാൻ അവനോട് പറഞ്ഞു അമ്മു നിങ്ങളെ പറ്റിച്ചതാവുമെന്ന്. അപ്പോൾ അവൻ പറയുക നേരത്തെ നീ ഇവിടെ എല്ലാവർക്കും സ്വീറ്റ്സ് കൊടുത്തെന്ന്. അല്ല അമ്മു, ശരിക്കും നീ എന്തിനാ സ്വീറ്റ്സ് കൊടുത്തത്? അല്ല, നീ പ്രഗ്നൻ്റ് അല്ലെന്ന് എനിക്കറിയാം, എന്നാലും ചോദിച്ചെന്നേ ഉള്ളൂ. പക്ഷെ അവരൊക്കെ നീ പ്രഗ്നൻ്റ് ആണെന്ന് കരുതി ശരിക്കും സന്തോഷത്തിലാ. അവൻ്റെ ചോദ്യവും മുഖത്ത് വിരിയുന്ന ഭാവങ്ങളും കണ്ടപ്പോൾ ദേവുവിന് ചിലതൊക്കെ മനസ്സിലായി. അവൾ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അപ്പം അതാണ് കാര്യം. എൻ്റെ പൊന്ന് ചങ്ങായി, അത് വെറും തെറ്റിദ്ധാരണയാണ്. ഞാൻ പ്രഗ്നൻറ്റും അല്ല, ഇയാൾ അച്ഛനാവാൻ പോകുന്നുമില്ല. ഞാനേ അവർക്ക് സ്വീറ്റ്സ് ചുമ്മാ കൊടുത്താ. അതിന് തെച്ചുവേട്ടൻ ഇങ്ങനെ ഒരു മീനിങ് കണ്ടെത്തുമെന്നേ ഞാൻ അറിഞ്ഞോ. എന്നാലും നിങ്ങളുടെ ഒരു കാര്യേ, നിങ്ങൾക്ക് അപ്പം തന്നെ അല്ലെന്ന് പറഞ്ഞാൽ പോരായിരുന്നില്ലേ? ദേവ് പറഞ്ഞു. താൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അഭിയുടെ മുഖം വാടിയത് ദേവ് ശ്രദ്ധിച്ചിരുന്നു. എന്തേ മുഖത്തൊരു വാട്ടം? ദച്ചുവേട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഇയാൾ എന്തേലും ആഗ്രഹിച്ചിരുന്നു? ഇരുകൈയാൽ അവൻ്റെ മീശയും പിടിച്ചു വലിച്ചുകൊണ്ടാണ് അവളത് പറഞ്ഞത്. വാട്ടോ? എന്ത് വാട്ടം? അങ്ങനെയൊന്നുമില്ല, ഞാൻ ചുമ്മാ ചോദിച്ചതേ ഉള്ളൂ. അല്ലേലും ഇപ്പം എന്തിനാ നമുക്കൊരു കുഞ്ഞ്? എനിക്ക് കുഞ്ചിക്കാൻ എൻ്റെ അമ്മയില്ലേ, അത് മതി. അത് മതി, നിൻ്റെ കരിയറാണ് എനിക്ക് പ്രധാനം. അത്രയും പറഞ്ഞുകൊണ്ട് അബി തൻ്റെ മുഖം അവളിൽ നിന്ന് മറച്ചു പിടിക്കാനെന്ന വണ്ണം അവളിൽ നിന്നും അടർന്ന് മാറി വാർഡ്രോബ് തുറന്ന് ടവലെടുത്ത് വാഷ്റൂമിലേക്ക് പോകുന്നത് ദേവ് നോക്കി നിന്നു. ഒരു നിമിഷം അവനും എന്തൊക്കെയോ ആഗ്രഹിച്ചിരുന്നു എന്ന് അവൾക്ക് മനസ്സിലായി.
അവൾക്ക് നേരെ സങ്കടം തോന്നിയെങ്കിലും ഇപ്പം തൻ്റെ ലക്ഷ്യം ഇതൊന്നും അല്ല, മറ്റു പലതുമാണെന്ന് അവൾ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് അവന് മാറിയിടാനുള്ള ഡ്രസ്സും എടുത്തു വെച്ച് താഴേക്ക് നടന്നു. അഭി ഫ്രഷായി വന്നതും എല്ലാവരും ഒരുമിച്ചിരുന്ന വിശേഷങ്ങളൊക്കെയും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിച്ചു. അതിനിടയിൽ അഭി തന്നെ ദക്ഷിൻ്റെ തെറ്റിദ്ധാരണ മാറ്റിക്കൊടുത്തു. ഭക്ഷണം കഴിഞ്ഞു. അഭിയും ദക്ഷും ഒരുപാട് നേരം സംസാരിച്ചു. തങ്ങൾക്കിടയിൽ അകലം മാറ്റിയെടുത്തു. പിറ്റേന്ന് ഞായറാഴ്ച ആയിരുന്നുവെങ്കിലും അഭിക്ക് റൗണ്ട്സ് ഉള്ളതുകൊണ്ട് അഭി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചപ്പോൾ ദേവ് പിള്ളേരെയും കൂട്ടി കറങ്ങാനിറങ്ങി. പാറുവിനെ അവളുടെ വീട്ടിൽ ചെന്ന് പിക്ക് ചെയ്ത് അവളെയും കൂടെ കൂട്ടുക, അതായിരുന്നു അവരുടെ പ്ലാൻ. സിനിമ, ഫുഡ്, ഷോപ്പിംഗ്, ബീച്ച്, ഇതായിരുന്നു അവരുടെ അന്നത്തെ പ്രോഗ്രാം. ഇതേസമയം രാഹുലിൻ്റെ നിർദ്ദേശപ്രകാരം രാധിക അമ്മ അനുവിനുള്ള പണി കൊടുത്തിരിക്കുകയാണ്. മറ്റന്നാൾ നടക്കുന്ന താലികെട്ട് പ്രമാണിച്ച് നാളെ പ്രത്യേക പൂജയും വഴിപാടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ് കരയും മഴക്കും പിടിച്ച ചെമ്പ് പാത്രങ്ങളായ കുടം, ഉരുളി, കിണ്ടി, കലം, പ്ലേറ്റുകൾ, ഗ്ലാസുകൾ, കൂടെ ചെറുതും വലുതുമായ നിലവിളക്കുകൾ, പൂജാ ഉപകരണങ്ങൾ, ഇതൊക്കെ എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കി വെട്ടിത്തിളങ്ങുന്നത് പോലെ ആക്കിയെടുക്കണം. പഞ്ചാബി ഹൗസിൽ ഹരിശ്രീ അശോകൻ്റെ മുന്നിൽ ഷൂസ് കൂട്ടിയ പോലെ അനുവിൻ്റെ മുന്നിൽ ചെമ്പ് പാത്രങ്ങൾ രാധികാമ്മ കൊണ്ടിട്ടതും ഒരാശ്രയത്തിന് എന്ന പോലെ രാഹുലിനെ അനു ഒന്ന് നോക്കി. അന്നേരം അവൻ ഒന്നും അറിയാത്ത പോലെ വീടിൻ്റെ സ്ലാബിൻ്റെ മണ്ടയിലേക്ക് നോക്കി നിന്നു. മോളെന്നാ പെട്ടെന്ന് കഴുകിക്കോളൂട്ടോ, ഇത് കഴിഞ്ഞിട്ട് വേണം പൂജാമുറിയൊക്കെ വൃത്തിയാക്കാൻ. അമ്മ എല്ലാം പറഞ്ഞു തരാം, മോൾ അതുപോലെ ചെയ്താൽ മതി എന്നും പറഞ്ഞു പോയ രാധികാമ്മക്ക് പിന്നാലെ മാളവും പോയി. എനിക്ക് അനുവിനെ സഹായിക്കണമെന്നൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ അനു തന്നെ ചെയ്യണമെന്ന് തിരുമേനി പ്രത്യേകം പറഞ്ഞതാ. വെറുതെ ദേവി കോപം വരുത്തി വെക്കുന്നത് എന്തിനല്ലേ? എന്നാ പണി നടക്കട്ടെ, പണിയൊക്കെ കഴിഞ്ഞ് മുറിയിലേക്ക് വരണേ, ഞാൻ കാത്തിരിക്കും. അവളുടെ കവിളിൽ അമർത്തി മുത്തി പോകുന്ന രാഹുലിനെ അവൾ ചെറുചിരിയാലെ നോക്കി നിന്നു. ശേഷം അവൾ തൻ്റെ ജോലി തുടർന്നു. അതിനിടയിൽ രാധികാമ്മ വന്ന് ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെയും കൊടുത്തു. ഒരുപാട് നേരത്തെ കഠിന പരിശ്രമത്തിനൊടുവിൽ അനു തൻ്റെ പണിയൊക്കെ ചെയ്തു മുറിയിലേക്ക് തിരിച്ചെത്തി. ആദ്യമായി അങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് കൊണ്ടാവാം അനു നന്നേ ക്ഷീണിച്ചിരുന്നു. പെട്ടെന്ന് കുളിച്ച് റെഡിയായി താഴേക്ക് ചെന്നു. രാധികാമ്മയും മാളും അവളോട് നല്ല രീതിയിൽ പെരുമാറും. സ്നേഹത്തോടെ പെരുമാറി ഇതുപോലെ എട്ടിൻ്റെ പണി കൊടുക്കുക, അതാണ് അവരുടെ ഒരു രീതി. സിനിമ കണ്ടിറങ്ങി ദേവും പാറുവും അച്ചുവും അപ്പവും ചോട്ടുവും എല്ലാവരും കൂടി ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറൻറ്റിൽ വന്നതായിരുന്നു. അങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് അവർ ഭക്ഷണം കഴിക്കുന്നതിനിടയിലാണ് അച്ചുവിൻ്റെ മുഖത്ത് എന്തോ ഒരു അൺകംഫർട്ടബിൾ ഫീല് ദേവ് ശ്രദ്ധിക്കുന്നത്. ദേവ് കാര്യം അന്വേഷിച്ചുവെങ്കിലും അവൾ ഒന്നുമില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. ദേവു തിരിഞ്ഞും മറഞ്ഞൊക്കെയും ചുറ്റും നോക്കി. അവരുടെ ടേബിളിന് തൊട്ടു പിന്നിലായി സെറ്റ് ചെയ്തിട്ടുള്ള ടേബിളിൽ കുറേ പയ്യന്മാരിരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്നു. അതിലൊരു ഞരമ്പൻ തൻ്റെ കാല് പിന്നിലേക്ക് നീട്ടി അച്ചുവിൻ്റെ കാലിലേക്ക് ഉരസുന്നുണ്ട്. അവൾ കാല് മാറ്റി വെച്ചാലും അവൻ പിന്നെയും ഇത് തന്നെ പണി. ഇത് ശ്രദ്ധിച്ച ദേവു അച്ചുവിൻ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. അവിടെ അവളിരുന്നു. അവൻ ഇതൊക്കെ ശ്രദ്ധിച്ചുവെങ്കിലും അവൻ തൻ്റെ പ്രവൃത്തി തുടർന്നതും ദേവ് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് അവന് നേരെ തിരിഞ്ഞു. ശേഷം അവൻ്റെ കഴുത്ത് പിടിച്ചു അവൻ്റെ മുഖം മുന്നിലിരിക്കുന്ന കറി ബൗളിലേക്ക് മുക്കിയതും അവൻ്റെ കൂടെ ഇരിക്കുന്നവരൊക്കെ കാര്യം എന്താണെന്നറിയാതെ ദേവുവിനെ നോക്കി. അവിടെ മുഴുവനും നിശബ്ദത പരന്നു. ഡാ, ഭക്ഷണം കഴിക്കാൻ വന്നാലേ കഴിച്ചിട്ട് പോയിക്കോണം, അല്ലാതെ ബാക്കിയുള്ളവർക്ക് നേരം ഉണ്ടാക്കാൻ വന്നാലുണ്ടല്ലോ. തനിക്ക് അത്രയ്ക്കും മുട്ടി നിൽക്കുവാണല്ലേ, വീട്ടിൽ അമ്മയും പെങ്ങളൊക്കെ കാണില്ലേ? അതും പറഞ്ഞ ദേവു അവനിൽ നിന്നുള്ള പിടി വിട്ടു. എല്ലാവരും തങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നത് കണ്ടതും ആ ഞരമ്പിന് ഒരു അപമാനം പോലെ തോന്നി. ഡി, നീ ചെവിയെന്നുള്ളിക്കോ, ഇതിനുള്ള പണി നിനക്ക് ഞാൻ തന്നിരിക്കും, അവൻ ദേവുവിനെ കലിപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞതും ചിലക്കാതെ മുന്നിൽ നിന്ന് പോടാ, അവനെ പുച്ഛിച്ചു നോക്കിക്കൊണ്ട് ദേവ് പറഞ്ഞു. അന്നേരം അവൻ ദേഷ്യത്തോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. ഒപ്പം അവൻ്റെ കൂടെയുള്ളവർ ദേവുവിനെയും ബാക്കി എല്ലാവരെയും ഒന്ന് ഇരുത്തി നോക്കി എഴുന്നേറ്റ് നടന്നു. എന്തിനാ ദേവു നീ ചുമ്മാ അവരോട് ഉടക്കാൻ പോയേ? വേണ്ടായിരുന്നു, പാറു അവന്മാരുടെ പോക്ക് കണ്ട് പേടിയോടെ പറഞ്ഞു. നിങ്ങളൊക്കെയാണ് ഇവന്മാർക്ക് വളം വെച്ച് കൊടുക്കുന്നത്. പ്രതികരിക്കേണ്ടടുത്ത് നമ്മളെ പ്രതികരിക്കണം, അല്ലാതെ ഇവന്മാരുടെ തോണ്ടലിനും തലോടലിനും നിന്ന് കൊടുത്ത് ഒന്നും മിണ്ടാതെ പോയാൽ ഇവന്മാർക്ക് ഇതൊരു ഹരമായി മാറും. അതല്ല ചേച്ചി, അവനിപ്പോൾ ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലോ? അച്ചു പേടിയോടെ പറഞ്ഞു. ഉണ്ടാക്കിയാൽ അത് നേരിടാനുള്ള തൻ്റെ എനിക്കുണ്ട്. എനിക്ക് പെണ്ണിൻ്റെ രൂപമാണേലും ആണിൻ്റെ പവറാണ്. അവനെന്നെ ഒന്ന് തൊട്ടു നോക്കട്ടെ, അപ്പം അറിയാം ഈ ദേവാൻഷിക ആരാണെന്ന്. നിങ്ങൾ കഴിക്ക് പിള്ളേരെ എന്നും പറഞ്ഞ് ദേവ് കഴിപ്പ് തുടർന്നു. കഴിച്ചു കഴിഞ്ഞ് അവർ വീണ്ടും ചുറ്റിയടിച്ചു. ദക്ഷിണയും പാറുവിനെയും അടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് കറക്കൊക്കെയും കഴിഞ്ഞ് ദേവു ദക്ഷിൻ്റെ കൂടെ പാറുവിനെ വീട്ടിലേക്ക് പറഞ്ഞയക്കാൻ തീരുമാനിച്ചത്. നാളെ സ്കൂളും കോളേജും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് വരുന്നില്ല എന്നും ഇതുവഴി തന്നെ പോവുകയാണെന്നും പാറുവിനെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യണമെന്നും ദേവ് ദക്ഷിനോട് പറഞ്ഞു. ദേവ് പറഞ്ഞാൽ പിന്നെ അതിലൊരു അപ്പീലില്ലല്ലോ എന്ന് കാര്യം ദക്ഷ് പാറുവിനോട് വണ്ടി കയറാൻ പറഞ്ഞു. അവൾ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ദക്ഷിണൊന്ന് നോക്കി. അവനാണെങ്കിൽ അവളെ കലിപ്പിച്ച് നോക്കുന്നുണ്ട്. പോവാം, ദേവ് പറഞ്ഞു. ദേവ് പറഞ്ഞാൽ പിന്നെ അതിലൊരു അപ്പീലില്ലല്ലോ എന്ന് കാര്യം ദക്ഷ് പാറുവിനോട് വണ്ടി കയറാൻ പറഞ്ഞു. അവൾ കോ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു. ദക്ഷിണൊന്ന് നോക്കി. അവനാണെങ്കിൽ അവളെ കലിപ്പിച്ച് നോക്കുന്നുണ്ട്. പോവാം,
അവൻ്റെ നോട്ടം കണ്ടു പാറു പതിയെ പറഞ്ഞു, സീറ്റ് ബെൽറ്റ് ഇടാൻ ആരെങ്കിലും വരുമായിരിക്കും അല്ലേ? ദക്ഷ് പല്ല് ഞെരിച്ചുകൊണ്ട് പറഞ്ഞു. സോറി, ഞാൻ ഓർത്തില്ല. പാറു നേരിയ സ്വരത്തിൽ പറഞ്ഞുകൊണ്ട് സീറ്റ് ബെൽറ്റ് വലിക്കാൻ തുടങ്ങി. അവൻ്റെ ആ ദേഷ്യം കണ്ട് പേടിച്ചിട്ടാവണം സീറ്റ് ബെൽറ്റ് വലിച്ചിട്ടും വരുന്നില്ലായിരുന്നു. ഓ, ഈ കുന്ത്രാണ്ടം എവിടെ പോയി കിടക്കുക? പാറു അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് സീറ്റ് ബെൽറ്റ് പിന്നെയും തപ്പാൻ തുടങ്ങി. ഒടുവിൽ സഹിക്കട്ടെ അവൻ തൻ്റെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവൾക്ക് സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തതും അവൾ താങ്ക്സ് പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. സോറി, ആക്ച്വലി ടെൻഷൻ കൂടിയാൽ ഞാൻ ഇതുപോലെ പാനിക്കാവും. ഇയാൾ ആ ദേഷ്യം ഇത്തിരി കുറച്ചിരുന്നാൽ വലിയ ഉപകാരമായനെ. എന്തിനാ എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നത്? ദേവുവിനോട് എത്ര സോഫ്റ്റായിട്ടാണ് സംസാരിക്കുന്നത്. എന്നോട് അതിൻ്റെ പകുതി സോഫ്റ്റ്നെസ് എങ്കിലും കാണിച്ചാലെന്താ? ഒന്നുമില്ലേലും ഞാൻ നിങ്ങളുടെ ഭാര്യയാവാൻ പോകുന്ന പെണ്ണല്ലേ? ഭാര്യയാവാൻ പോകുന്നതല്ലേ ഉള്ളൂ, ആയില്ലല്ലോ? ദക്ഷ് ചോദിച്ചു. ആവല്ലോ, ആവട്ടെ, അപ്പം നോക്കാം, ദക്ഷു മറുപടി പറഞ്ഞു. എന്ത് നോക്കാന്നാ? അവൾ കൊഞ്ചലോട് ചോദിച്ചു. കുന്തം, ഇതേ പറഞ്ഞ കൊഞ്ചല്ലേ? മിണ്ടാതെ അവിടെ അടങ്ങി ഒതുങ്ങിയിരുന്നോണം, ഇല്ലല്ലേ ഞാനിവിടെ വിട്ടിട്ടേ എൻ്റെ പാട്ടിന് പോകും. അതും പറഞ്ഞ് ദക്ഷ് വണ്ടി മുന്നോട്ടെടുത്തു. നേരം ചെറുതായി ഇരുട്ടി തുടങ്ങിയിരുന്നു. ദക്ഷിൻ്റെ മുഴുവനും ശ്രദ്ധയും ഡ്രൈവിങ്ങിലാണ്. പാറുവാകട്ടെ അവൻ്റെ ചോര ഊറ്റിക്കുടിക്കുന്ന തിരക്കിലും. അതെ, നമുക്ക് ബീച്ചിലേക്ക് പോയാലോ? പാറു പറഞ്ഞു. നിങ്ങൾ ബീച്ചിൽ പോയിട്ട് തന്നെയല്ലേ വന്നേ? ഇനിയും ബീച്ചിൽ പോവാൻ നിന്റെ മറ്റവനോട് എന്താ പെറ്റ് കിടപ്പുണ്ടോ? ദക്ഷ് കലിപ്പിൽ ചോദിച്ചു. എനിക്ക് മറ്റവനൊന്നുമില്ല, ഒരേ ഒരാളേ ഉള്ളൂ, അയാളാണ് ഇയാൾ. ഇയാളൊത്ത് കുറച്ചു നേരം ചിലവഴിക്കാമെന്ന് കരുതി പറഞ്ഞതാ, അല്ലാതെ എനിക്ക്. പാറു പരിഭവത്തോടെ പറഞ്ഞു. സോറി, എൻ്റെ കയ്യിൽ അങ്ങനെ ചുമ്മാ വേസ്റ്റ് ചെയ്യാനായിട്ടേ സമയമൊന്നുമില്ല. എനിക്ക് പോയിട്ട് അവിടെ 100 കൂട്ടം പണിയുള്ളതാ. ദക്ഷ് സ്ഥിരം ആറ്റിറ്റ്യൂഡ് ഇട്ടുകൊണ്ട് പറഞ്ഞു. അപ്പോൾ രാത്രി ഫോൺ വിളിച്ചാൽ സംസാരിക്കുമോ? പാറു പിന്നെയും ചോദിച്ചു. ഫോൺ വിളിച്ചിട്ട് ഇനി എന്തോന്ന് സംസാരിക്കാൻ? നിൻ്റെ അമ്മൂമ്മയെ കെട്ടിക്കുന്ന കാര്യമോ? എൻ്റെ അമ്മൂമ്മ നേരത്തെ മരിച്ചുപോയി. തൊട്ടപ്പുറത്തെ വീട്ടിലൊരു അമ്മൂമ്മയുണ്ട്, അവരാണെങ്കിൽ സിംഗിളുമാണ്. നമുക്ക് അവരെ കെട്ടിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിച്ചാലോ? പാറു അവൻ്റെ ദേഷ്യം കുറക്കാനെന്ന വണ്ണം കുസൃതിയോടെ പറഞ്ഞു. ഹഹഹഹഹ, നല്ല തമാശ. ഇനി ഇമാതിരി തമാശ പറയുമ്പോൾ മുൻകൂട്ടി പറയണേ, ചിരിക്കാനാ ഇഡിയറ്റ്. എന്ത് പറഞ്ഞാലും കളിയാക്കും. എനിക്ക് പിന്നെ അനുവിൻ്റെ അത്ര സൗന്ദര്യമോ ബുദ്ധിയോ പണോ ഒന്നുമില്ലല്ലോ അല്ലേ? ദക്ഷിൻ്റെ പരിഹാസം കേട്ട് പാറു സങ്കടത്തോടെ പറഞ്ഞു. പാറു പറഞ്ഞത് കേട്ടതും ദക്ഷ് വണ്ടി സഡൻ ബ്രേക്കിട്ട് നിർത്തി അവളെ കലിപ്പിച്ചു നോക്കി. ഇനി ഇമാതിരി സംസാരം നിന്റെ വായിൽ നിന്ന് വീഴാൻ പാടില്ല. വീണ നീ എൻ്റെ മറ്റൊരു മുഖം കൂടി കാണും. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ ദേഷ്യത്തിൽ വണ്ടി മുന്നോട്ടെടുത്തു. അവൻ ദേഷ്യം മുഴുവൻ ആക്സിലറേറ്ററിൽ തീർത്തപ്പോൾ പാറുവിൻ്റെ കണ്ണുകൾ എന്തിനെന്നറിയാതെ നിറഞ്ഞു വന്നു. അതിനുശേഷം അവൾ വീടെത്തും വരെ ഒന്നും മിണ്ടിയില്ല. തൻ്റെ വീടെത്തിയതും അവൻ കാണാതെ തൻ്റെ കണ്ണുകൾ തുടച്ചു. ഇറങ്ങുന്നില്ലേ? പാറു അവനോട് ചോദിച്ചു. ഇല്ല, ഇപ്പോഴില്ല. 2 ദിവസം കഴിഞ്ഞ് ഒഫീഷ്യൽ ഒരു പെണ്ണ് കാണൽ ചടങ്ങുണ്ടല്ലോ, അതുകൊണ്ട് ഇന്ന് വേണ്ട. അവളുടെ മുഖത്ത് നോക്കാതെയാണ് അവനത് പറഞ്ഞത്. ഞാൻ ഇറങ്ങുക, പാറു പതിയെ പറഞ്ഞു. അവനൊന്നും മിണ്ടിയില്ല. ഞാൻ ഇറങ്ങുവാന്ന് അവൾ കുറച്ച് ഉറക്കെ പറഞ്ഞു. അതിന് ഞാൻ എന്ത് വേണം? ഒന്നും വേണ്ടായേ. അവൻ്റെ ചോദ്യം കേട്ട് അവൾ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു. എങ്കിൽ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി തന്നിരുന്നേ, വലിയ ഉപകാരമായനെ. പിന്നെ പാറു ഒന്നും പറയാൻ നിൽക്കാതെ വണ്ടിയിൽ നിന്നിറങ്ങി നടന്നതും ദക്ഷ് അവളുടെ പോക്ക് നോക്കി നിന്നു. ഒറ്റ നോട്ടത്തിൽ എന്നെ ഇഷ്ടപ്പെട്ടതല്ലേ? നിന്റെ സ്നേഹവും ക്ഷമയും എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ നോക്കട്ടെ. ദക്ഷ് അതും മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് മടങ്ങി. ഇന്നാണ് അനു രാഹുൽ താലികെട്ട്. അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുക്കുന്ന ചടങ്ങായിരുന്നു അത്. എല്ലാവരുടെയും അനുഗ്രഹത്തോടെ രാഹുൽ അനുവിൻ്റെ കഴുത്തിൽ ഒന്നുകൂടി താലി ചാർത്തി. ഇത്തവണ രാഹുലിൻ്റെ താലി ഏറ്റുവാങ്ങുമ്പോൾ അനുവിൻ്റെ ഉള്ളിൽ നിറയെ രാഹുലിനോടുള്ള സ്നേഹവും പ്രണയവും ഒക്കെയായിരുന്നു. നിറഞ്ഞ മനസ്സോടെ രാധികാമ്മ അനുവിനെ നിലവിളക്ക് കൊടുത്ത് അകത്തേക്ക് സ്വീകരിച്ചു. വൈകുന്നേരത്തോടെ ബന്ധുക്കളൊക്കെയും പിരിഞ്ഞു പോയിരുന്നു. രാധികാമ്മ തന്നെയാണ് അനുവിന് സാരിയൊക്കെ ഉടുപ്പിച്ചു പാൽ ഗ്ലാസും കൈ കൊടുത്ത് രാഹുലിൻ്റെ മുറിയിലേക്ക് പറഞ്ഞയച്ചത്. 2 ദിവസം അവനൊപ്പം ഒരു മുറിയിൽ ഒരുമിച്ച് കിടന്നിട്ടുണ്ടെങ്കിലും ഇന്നെന്തോ അനുവിൻ്റെ ഉള്ളിൽ വെപ്രാളം നിറഞ്ഞു. രാധികാമ്മ ഡോറിൽ തട്ടിയതും രാഹുൽ ഡോർ തുറന്നു. എന്താ അമ്മേ? രാഹുൽ ആവശ്യത്തിൽ കൂടുതൽ വിനയകുമാരനായി ചോദിച്ചു. അങ്ങോട്ട് മാറി നിൽക്കടാ ചെറുക്ക, ഈ കൊച്ചുമുറി കയറട്ടെ എന്നും പറഞ്ഞതും രാഹുൽ വഴിമാറി കൊടുത്തു. അനു രാഹുലിൻ്റെ മുഖത്തേക്ക് നോക്കാതെ മുറിയിലേക്ക് കയറി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നറിയാം, എന്നാലും ചടങ്ങ് പോലെ നടക്കട്ടെ എന്ന് കരുതി എന്നും കൊള്ളിച്ച് പറഞ്ഞുകൊണ്ട് രാധികാമ്മ നടന്നു നീങ്ങി. അമ്മ എന്തോ കുത്തി പറഞ്ഞതുപോലെ ഫീൽ ചെയ്തല്ലോ. അയ്യോ അമ്മ, ഞാൻ അമ്മ കരുതും പോലെ ഒന്നും നടന്നില്ല. രാഹുൽ എന്തൊക്കെ വിളിച്ച് പറയുന്നുണ്ടെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല എന്ന് മാത്രമല്ല ജബ ജബ എന്ന് ആയിപ്പോയും ചെയ്തു. രാഹുൽ ഡോറടിച്ച് ലോക്ക് ചെയ്ത് അനുവിൻ്റെ അരികിലേക്ക് നടന്നു. അവൾ അപ്പോഴും പാൽ ഗ്ലാസ് കൈ പിടിച്ചു അതുപോലെ നിൽക്കുന്നുണ്ട്.
അവളുടെ കയ്യിൽ നിന്നും പാൽ ഗ്ലാസ് വാങ്ങി അവളുടെ ചുണ്ടോടടുപ്പിച്ചതും അനു അവനെ കണ്ണിമ ചിമ്മാതെ നോക്കി നിന്നു. കുടിക്കടോ, രാഹുൽ പറഞ്ഞത് കേട്ടതും അനു അതിൽ നിന്നും കാൽഭാഗം പാല് കുടിച്ചു. അനുവിന് പാൽ ഇഷ്ടമില്ല എന്നറിഞ്ഞതിനാ ബാക്കി പാല് മുഴുവനും അവൻ കുടിച്ചു. പാല് കുടി കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്കിനി നേരിട്ട് ചടങ്ങിലേക്ക് പോയാലോ? രാഹുൽ പറഞ്ഞത് കേട്ടതും അനുവിൻ്റെ മുഖത്ത് എന്തൊക്കെയോ ഭാവങ്ങൾ വിരിയുന്നുണ്ട്. അത് കണ്ടതും അവന് ചിരി വരുന്നുണ്ടെങ്കിലും അവൻ ചിരി അടക്കി പിടിച്ചു നിന്നു. അവൻ അവളെയും പിടിച്ച് ബെഡിലിരുത്തി അവളുടെ അരികിൽ ചേർന്നിരുന്ന് അവളുടെ തലയിൽ ചൂടിയ മുല്ലപ്പൂ ഒന്ന് മണത്തു നോക്കി. മുല്ലപ്പൂ ഒരു വികാരാണല്ലേ, പ്രത്യേകിച്ച് ഫസ്റ്റ് നൈറ്റിൽ. ഇതിൻ്റെ ഈ മണം ഇങ്ങനെ മൂക്കിലേക്ക് തുളച്ച് കയറുമ്പോഴുണ്ടല്ലോ, നമുക്ക് ചുറ്റുള്ളതൊന്നും കാണാൻ പറ്റില്ല. എനിക്കിപ്പോൾ നിന്നെ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, നിന്നെ മാത്രം. ഒന്നുകൂടെ അവളുടെ മുടിയിലേക്ക് മുഖം പൂഴ്ത്തി പൂവിൻ്റെയും അവളുടെ മുടിയുടെയും ഗന്ധം ഉള്ളിലേക്ക് ആവാഹിച്ചു കൊണ്ടവൻ പറഞ്ഞു. അവിടെ നിന്ന് അവൻ തൻ്റെ തല പിൻവലിക്കാൻ നേരം അവളുടെ തോളിലൂടെ മുഖമുരസി കാതിൻ തുമ്പ് ചെറുതായി നുണഞ്ഞതും അവളിലൂടെ ഒരു വിറയൽ കടന്നുപോയി. അവളിലെ വിറയൽ മനസ്സിലായെന്ന പോലെ അവൻ്റെ ചുണ്ടിൻ്റെ കോണിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഇപ്പോഴേ ഇങ്ങനെ വിറയ്ക്കാൻ തുടങ്ങിയ എല്ലാം കഴിയുമ്പോൾ നിന്റെ ബോധം പോവോ? അവളുടെ കാതോരം ആർദ്രമായി അവൻ മൊഴിഞ്ഞതും അവളുടെ ഉള്ളം വിറപൂണ്ടിരുന്നു. അവൻ്റെ മുഖത്ത് പോലും നോക്കാനാവാതെ അവൾ മിഴികൾ താഴ്ത്തി നിന്നപ്പോൾ അവൻ അവളുടെ കാതോരം ചെറുതായി ഒന്ന് ഊതിയതും ഒരുതരം ഇക്കിളിയോടെയും കുളിരോടെയും വിറയലോടെയും അവൾ കണ്ണടച്ചു പോയിരുന്നു. ആ നിമിഷം അവൻ അവളുടെ ഇരു കണ്ണിന് മേലെയും ഊതിയതും അവളുടെ അതരങ്ങളിൽ മനോഹരമായ ചിരി വിരിഞ്ഞുവെങ്കിലും അവൾ കണ്ണു തുറന്നില്ലായിരുന്നു. അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ ആ ചിരി അതവന് മയക്കാൻ പാകത്തിലുള്ളതായിരുന്നു. ഏറെ പ്രണയത്തോടെ അവളുടെ നെറുകയിൽ അവൻ ചുംബിച്ച ശേഷം അവൻ തൻ്റെ ചുണ്ടുകൾ അവളുടെ മൂക്കിലൂടെ താഴേക്ക് ചലിപ്പിച്ചു. അവളുടെ മൂക്കിൽ മൂക്കുരസിക്കൊണ്ട് അവളോട് കണ്ണു തുറക്കാൻ പറഞ്ഞെങ്കിലും അവൾ ഇല്ലെന്ന പോലെ തലയണക്കി. ഇരുവരുടെയും അതരങ്ങൾ തമ്മിൽ ഒരു നൂഴിലകലത്തിലാണുള്ളത്. ഇരുവരുടെയും നിശ്വാസങ്ങൾ തമ്മിൽ ഇടകലർന്നു. അനു, കണ്ണു തുറക്ക് പെണ്ണേ. അവൻ്റെ അതരങ്ങൾ പിന്നെയും ഒഴിഞ്ഞു. അവൾ തുറക്കുന്നില്ല എന്നറിഞ്ഞതും അന്നേരം അവൻ അവളുടെ അതരങ്ങളിൽ നേർമയായി ചുംബിച്ചു. അവളുടെ ഹൃദയമിടിപ്പേറി വന്നു. അതേ നിമിഷം തന്നെ അവൻ്റെ കൈവിരലുകൾ അവളുടെ സാരിക്കുള്ളിലൂടെ അവളുടെ അണിവയറിലേക്ക് നീണ്ടതും അനു ഒരു തരം വിറയലോടെ കണ്ണുകൾ തുറന്നു അവനൊന്ന് നോക്കി. ആ നിമിഷം അവൻ തൻ്റെ കൈകൾ പിൻവലിക്കാതെ കള്ളച്ചിരിയോടെ അവളുടെ പിടക്കുന്ന മിഴികളിലേക്ക് നോട്ടം പായിച്ചു. അവൻ്റെ കൈകൾ പഞ്ഞിക്കെട്ട് പോലത്തെ അവളുടെ വയറിനെ തഴുകി അവളുടെ പൊക്കിൾ ചുഴിയിലേക്ക് ആഴ്ന്നിറങ്ങിയതും അനു പൊള്ളിപ്പിഴഞ്ഞുകൊണ്ട് അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി. അവൾ ശ്വാസം അടക്കി പിടിച്ചു തൻ്റെ വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ചു. ആ നിമിഷം അവൻ തൻ്റെ കൈവിരലുകളാൽ അവളുടെ സാരിയുടെ ഞൊറിയിൽ പിടിച്ച് വലിച്ചതും ഞൊറ് ഊരിപ്പോന്നിരുന്നു. ആ നിമിഷം അവൾ അവൻ്റെ കയ്യിൽ പിടുത്തമിട്ടു. സച്ചുവേട്ട വേണ്ട. അവളിൽ നിന്നും ആ പേരുതിർന്നതും രാഹുൽ തൻ്റെ കൈ പിൻവലിച്ചു. അവളൊന്ന് നോക്കി. ഈ പേര് ഇതെങ്ങനെ നീ അറിഞ്ഞു? അവൻ ചോദിച്ചു. അച്ചമ്മയാ പറഞ്ഞ് ഇയാളുടെ മുഴുവൻ പേര് രാഹുൽ സത്യ എന്നാണെന്ന്. അച്ചച്ചൻ്റെ പേരായ സത്യനാഥ് ചുരുക്കി സത്യ എന്ന വാലുകൂടി ഇയാളുടെ പേരിന് പിന്നിൽ ചേർത്തപ്പോൾ പിന്നീട് അച്ചമ്മയ്ക്ക് സത്യ സച്ചുവായെന്നും അറിഞ്ഞു. രാഹുലേട്ടൻ വിളിക്കാൻ ഒരു സുഖമില്ല. സച്ചുവേട്ടൻ കൊള്ളാമെന്ന് തോന്നി. ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ. തൻ്റെ മുഖത്ത് നോക്കി അപേക്ഷ പോലെ പറയുന്ന പെണ്ണിൻ്റെ കണ്ണിലേക്ക് അവൻ മതി വരാത്ത പോലെ നോക്കി. അവൻ്റെ നോട്ടം കണ്ടിട്ടാവണം അവളുടെ മാൻമിഴികൾ പിടയ്ക്കാൻ തുടങ്ങി. അവളുടെ അതരങ്ങൾ വിറയ്ക്കാൻ തുടങ്ങി. അതോടൊപ്പം AC-യുടെ തണുപ്പിലും അവളുടെ ചുണ്ടിന് മീതെയായി വിയർപ്പ് കണങ്ങൾ പൊടിഞ്ഞു. വിളിച്ചത് ഇഷ്ടായില്ലേ? അവൻ മറുപടി ഒന്നും പറയാതെ തന്നെ നോക്കി നിൽക്കുന്നത് കണ്ട് അവൾ നേരിയ പരിഭ്രമത്തോടെ ചോദിച്ചു. ആ നിമിഷം അവൻ അവളുടെ അതരങ്ങളെ തൻ്റേതാക്കി മാറ്റി അവളെയും കൊണ്ട് ബെഡിലേക്ക് ചാഞ്ഞിരുന്നു. അവളുടെ ചുണ്ടുകളുടെ മധുരം നുണയുമ്പോൾ അവൻ്റെ കൈവിരലുകൾ അവളുടെ വയറിൽ കുസൃതി കാട്ടി അലഞ്ഞു നടന്നു. ഒരു ദീർഘ ചുംബനത്തിന് ശേഷം അവൻ തൻ്റെ മുഖം അവളുടെ കഴുത്തിലേക്ക് പൂഴ്ത്തി കിതപ്പടയ്ക്കുമ്പോൾ അവൻ പകർന്നു നൽകിയ അനുഭൂതിയിൽ അവൾ മതിമറന്ന് കിടക്കുകയായിരുന്നു. പിന്നീട് അവളുടെ കഴുത്തിൽ ആകമാനം ചുംബനങ്ങൾ കൊണ്ട് പൊതിഞ്ഞു അവൻ അവളെ വിവശിയാക്കി. ആ നിമിഷം അവൾ തൻ്റെ കൈവിരലുകളാൽ അവൻ്റെ മുടിയിൽ കൊരുത്തു വലിച്ചു. അവളുടെ സാരിയുടെ പിന്നഴിച്ചു മാറിലെ മറ നീക്കിയപ്പോഴും അവനെ തടയാതെ അവൾ അവനിൽ മതിമറന്ന് കിടപ്പാണ്. തനിക്ക് മുന്നിൽ അനാവൃതമായ അവളുടെ മേനിയഴ കണ്ട് അവൻ്റെ കണ്ണുകൾ വികസിച്ചു. ശ്വാസഗതിക്ക് അനുസരിച്ച് ഉയർന്നു താഴുന്ന മാറിടങ്ങൾ അനാവൃതമായ അവളുടെ അണിവയറും മാറെടുക്കും എല്ലാം അവൻ കണ്ണടിക്കാതെ നോക്കി നിന്നു. മാറും ചുഴിയിൽ അമർത്തി മുത്തിക്കൊണ്ടവൻ തൻ്റെ ചുണ്ടുകൾ താഴേക്ക് ചലിപ്പിച്ചു. ബ്ലൗസിന് മേലെയായി അവളുടെ ഇരുമാറിൽ അമർത്തി ചുംബിച്ചതും അവളുടെ നാവിൽ നിന്നും അവൻ്റെ നാമം പിന്നെ ഉയർന്നു വന്നു. അതും അത്രമേൽ പ്രണയത്തോടെ. അതവൻ്റെ ആവേശം വർദ്ധിപ്പിച്ചു. ബ്ലൗസിന് മേലെയായി ഇടതുമാറിൽ ചെറുതായി കടിച്ചതും അവളൊന്ന് ഉയർന്നു പൊങ്ങി.
അവിടുന്ന് അവൻ്റെ ചുണ്ടും നാവും താഴേക്ക് ഒഴുകി നടന്നു. ഭ്രാന്തമായ ആവേശത്തോടെ അവളുടെ വയറിൽ ചുംബിച്ച് അവളെ പുളകം കൊള്ളിച്ചതും അവൻ്റെ മുതുകിൽ അവൾ പോറൽ വീഴ്ത്തി. അവൻ്റെ ചുണ്ടുകൾ വീണ്ടും മേൽപോട്ട് സഞ്ചരിച്ചു. തൻ്റെ പല്ലുകൊണ്ടവൻ അവളുടെ ബ്ലൗസിൻ്റെ ഹുക്ക് അഴിക്കാൻ തുടങ്ങിയതും അവൾ അവൻ്റെ മുടിയിൽ പിടിമുറുക്കി. സച്ചുവേട്ട പ്ലീസ്, വേണ്ട, ഞാൻ പ്രിപ്പയർഡ് അല്ല. നമുക്കിപ്പോൾ ഇതുപോലൊക്കെ പ്രണയിച്ചാൽ പോരെ? നമ്മുടെ മനസ്സുകൾ തമ്മിൽ കുറച്ചുകൂടെ അടുത്തിട്ട് പോരെ ബാക്കിയൊക്കെയും. അവൾ പറയുന്നത് കേട്ടതും അവൻ തല ഉയർത്തി അവളെ ഒന്ന് നോക്കി. അനു, ഐ എം സോറി, ഇതൊന്നും എൻ്റെ മനസ്സിലില്ലായിരുന്നു. പാല് ഷെയർ ചെയ്ത് കുടിക്കുക, ഒരു ഫ്രഞ്ച് അടിക്കുക, കെട്ടിപ്പിടിക്കുക, ഉറങ്ങുക, ഇതായിരുന്നു എൻ്റെ ഫസ്റ്റ് നൈറ്റ് പ്ലാൻ. ഇതിപ്പോൾ നിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായ സപ്പോർട്ട് കൊണ്ടാവാം എൻ്റെ കയ്യിൽ നിന്ന് പോയത്. നിൻ്റെ എക്സാം കഴിയും വരെ നമുക്ക് ഇതുപോലെയൊക്കെ മതിയെന്നേ. അത് കഴിഞ്ഞ് നമുക്ക് ഒരുമിച്ച് ഫസ്റ്റ് നൈറ്റും ഹണിമൂണും ആഘോഷിക്കാം. എന്തായാലും ഇന്ന് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ സാരി മുഴുവനായും എടുത്തോട്ടെ എന്നും പറഞ്ഞ് അവൻ അവളുടെ സാരി മുഴുവനായും അവളിൽ നിന്ന് അഴിച്ചെടുത്തു. അവളെ ബ്ലൗസും സ്കേർട്ടിട്ട് കണ്ടതും കെട്ടിപ്പിടിച്ചൊരു 2 റൗണ്ട് മറിഞ്ഞാൽ കൊള്ളാം എന്നവന് തോന്നി. തൻ്റെ ഷർട്ടും അഴിച്ചു മാറ്റി അവളുടെ മേലെ കിടന്നുകൊണ്ട് അവളുടെ മാറിൽ തൻ്റെ നഗ്നമായ നെഞ്ച് ചേർത്ത് വെച്ചതും ഒരു നിമിഷം ഇരുവരുടെയും ഉള്ളമൊന്ന് വിറച്ചു പോയിരുന്നു. അവളിലെ മൃദുലത തൻ്റെ നെഞ്ചിൽ തട്ടുമ്പോഴുള്ള ആ പ്രത്യേക സുഖം ആസ്വദിച്ചുകൊണ്ട് അവൻ അവളെയും കെട്ടിപ്പിടിച്ചു മറിഞ്ഞു. ഇത്രയും സോഫ്റ്റ് ആണെന്ന് ഇപ്പോഴല്ല അറിയുന്നേ. അവൻ്റെ ആ പറച്ചിൽ കേട്ട് അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഈ ബെഡിൻ്റെ കാര്യേ എന്ത് സോഫ്റ്റല്ലേ, നല്ല സുഖം. അവളുടെ നോട്ടം കണ്ടതും അവൻ മാറ്റി പറഞ്ഞു. അതെ, ഇയാൾ സുഖിച്ചത് മതിയെന്നേ, എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് അവൾ അവനിൽ നിന്നും അകന്ന് മാറാനൊരുങ്ങിയതും അവൻ അവളുടെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി ലൈറ്റ് ഓഫ് ചെയ്തതും അവളുടെ കുറുകലുകളും കൊഞ്ചലുകളും ആ മുറിയിലാകെ ഉയർന്നു. ദിവസങ്ങൾ ഓടി മറഞ്ഞു. അതിനിടയിൽ അപ്പുവിൻ്റെ ഷോയും ആരംഭിച്ചു. തൻ്റെ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ദേവു അപ്പുവിനെയും കൊണ്ട് ഷോയുടെ ആദ്യ എപ്പിസോഡിൽ പങ്കെടുത്തത്. അപ്പുവിൻ്റെ ഗാർഡിയൻ സ്ഥാനത്ത് ദേവുവാണ് ഉണ്ടായിരുന്നത്. പിന്നീടുള്ള ദിവസങ്ങളിലും ഇതുപോലെയൊക്കെ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ദേവു അപ്പുവിനെയും കൊണ്ട് പാടാൻ ചെന്നത്. അപ്പുവിനും മിക്ക ദിവസങ്ങളിലും ക്ലാസ് നഷ്ടമാവാറുണ്ട്. അതൊക്കെ ദേവു തന്നെ ഉറക്കളിച്ച് പറഞ്ഞു കൊടുക്കും, നോട്ട്സ് എഴുതി കൊടുക്കും. അവളുടെ പഠിപ്പിനെ ബാധിക്കാത്ത രീതിയിൽ കൂടെ രണ്ടും കൂടെ മുന്നോട്ട് കൊണ്ടുപോയി. ദേവുവിൻ്റെ ഫൈനൽ ഇയർ പ്രാക്ടിക്കൽ എക്സാമും വൈവ എക്സാമും ആരംഭിച്ചു. ഇന്നാണ് വൈവ എക്സാം. അതുപോലെ ഇന്ന് അപ്പുവിനെ പ്രോഗ്രാമിനും കൊണ്ടുപോകണം. രാവിലെയാണ് ഷൂട്ട്. അതിനാൽ അബി എഴുന്നേൽക്കുന്ന മുൻപേ ദേവ് അപ്പുവിനെയും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു. അപ്പുവിനെ അവിടെ ഇറക്കി ദേവ് കോളേജിലേക്ക് തിരിച്ചു. അപ്പോഴേക്കും സമയം 10 മണി ആവാറായിട്ടുണ്ടായിരുന്നു. അതിനിടയിലാണ് വഴിയരികിൽ ഒരു ആക്സിഡൻറ്റ് നടക്കുന്നതും റോഡ് ബ്ലോക്ക് ആവുന്നതും. എക്സാം 10 മണിക്ക് തുടങ്ങും. അബി അങ്ങോട്ട് എത്തുന്നതിന് മുൻപ് എത്തണം എന്ന ഉദ്ദേശത്തിലായിരുന്നു അവൾ. ബ്ലോക്ക് കഴിയാൻ കാത്തിരുന്ന വൈകും. അതിനാൽ ദേവ് മറ്റൊരു വഴിയിലൂടെ പോവാൻ തീരുമാനിച്ചു. അതിനിടയിൽ ഫോൺ നിർത്താതെ റിങ് ചെയ്യുന്നത് കണ്ടിട്ടും അവൾ എടുത്തില്ലായിരുന്നു. അങ്ങനെ അവൾ എങ്ങനെയൊക്കെയോ കോളേജിൽ എത്തിച്ചേർന്നപ്പോഴേക്കും സമയം 11 മണി കഴിഞ്ഞിരുന്നു. ഓടിക്കിതച്ചുകൊണ്ട് എക്സാം ഹാളിന് മുന്നിലെത്തി. പുറത്ത് ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അനുവും ആരവും പാറവും വിഷ്ണുവും ദേവുവിൻ്റെ അരികിലെത്തി. ദേവു, നീ എവിടെയായിരുന്നു? ഞങ്ങളുടെ കഴിഞ്ഞു. നിന്റെ നമ്പർ 2-3 തവണ വിളിച്ചു. അബിയേട്ടൻ ആകെ ദേഷ്യത്തിലാണ്. നിന്നെ ഞങ്ങൾ എത്ര തവണ വിളിച്ചു, നീ എന്താ ഫോൺ എടുക്കാഞ്ഞേ? ആരവാണാ പറഞ്ഞത്? എടാ, ഞാൻ എല്ലാം പറയാം, ഞാൻ ആദ്യം അങ്ങോട്ട് പോയി നോക്കട്ടെ എന്നും പറഞ്ഞ് ദേവു അകത്തേക്ക് നടന്നു. അപ്പോഴേക്ക് അകത്തുള്ള സ്റ്റുഡൻറ്റ് പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. ദേവു അനുവാദം വാങ്ങിച്ച് അകത്ത് കയറി. അബിക്ക് പുറമെ വേറെ 2 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. ദേവുവിനെ കണ്ടത് അബി അവളെ ദഹിപ്പിച്ച് നോക്കി. ബാക്കി 2 ഡോക്ടേഴ്സ് അവളോട് വൈകിയതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അവൾ എന്തൊക്കെയോ പറഞ്ഞ് രക്ഷപ്പെട്ടു. ഇനി ആവർത്തിക്കാൻ പാടില്ല എന്ന ഫൈനൽ വാണിംഗ് കൊടുത്ത് അവളോട് അവിടെ ഇരിക്കാൻ പറഞ്ഞു. ഡോക്ടർ ഹരിപ്രസാദ് അവളോട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഒരുങ്ങിയതും അബി അയാളെ തടഞ്ഞു. വേണ്ട, ഞാൻ ചോദിക്കാമെന്നും പറഞ്ഞ അബി ദേവുവിനൊന്ന് നോക്കി. അബിയുടെ മുഖഭാവം കണ്ടാൽ അറിയാൻ തന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന്. അതുകൊണ്ട് ടഫ് ക്വസ്റ്റ്യൻ മാത്രം പ്രതീക്ഷിച്ചു കൊണ്ടാണ് അവൾ ഇരിക്കുന്നത്. എൻ്റെ ദൈവമേ, ഇയാൾ മിക്കവാറും സിലബസിൽ ഇല്ലാത്തതുവരെ ചോദിച്ചു കളയും. ഇയാളുടെ മൈൻഡ് മാറ്റാൻ എന്താ ഒരു വഴി? ദേവു തല പുകഞ്ഞു ചിന്തിച്ചു. ശേഷം തല ചരിച്ചു ഹരി ഡോക്ടറെയും മധു ഡോക്ടറെയും നോക്കിയപ്പോൾ 2 പേരും കാര്യമായ ചർച്ചയിലാണ്. അബിയാണെങ്കിൽ ടഫ് ക്വസ്റ്റ്യൻ തപ്പുന്ന തിരക്കിലും. ദേവു തല താഴ്ത്തി അവൻ്റെ കാലിലേക്ക് നോക്കി. ആങ്കിൾ ലെങ്ത് പാൻറ്റിലേക്ക് ഫോർമൽ ഷൂസ് ആയിരുന്നു അവൻ ധരിച്ചിരുന്നത്. സോക്സ് ഇട്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ട് കാലിൻ്റെ കുറച്ച് ഭാഗം കാണാം. അവൾ രണ്ടും കൽപ്പിച്ചു തൻ്റെ ചെരുപ്പൂരി അവൻ്റെ കാലിന് നേരെ തൻ്റെ കാല് നീട്ടി അവൻ്റെ കാലിലേക്ക് കാലിട്ട് റസിയതും അബി തല ഉയർത്തി അവളെ ഒന്ന് നോക്കി. അന്നേരം അവൾ തൻ്റെ കാല് അവൻ്റെ പാൻറ്റിനുള്ളിലേക്ക് കടത്തിവിട്ടതും അവൻ അവളെ ദഹിപ്പിച്ചു നോക്കി. ആ നിമിഷം അവൾ ഒരു സൈറ്റും അടിച്ചു ചുണ്ട് കൂർപ്പിച്ച് ഉമ്മയും പുറത്തുവിട്ടതും അവൻ മെല്ലെ തലചരിച്ചു മറ്റു ഡോക്ടേഴ്സിനെ നോക്കി. അവർ തങ്ങളെ ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അബി ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. വീണ്ടും ദേവുവിലേക്ക് നോട്ടം പായിച്ചതും പിന്നെയും സൈറ്റടി. ഇതോടെ അബി നിന്ന് വിയർക്കാൻ തുടങ്ങി. ഞാനിപ്പോൾ വരാം.
എന്നാ എക്സാം നടക്കട്ടെ എന്നും പറഞ്ഞ് തൻ്റെ കയ്യിലെ പേപ്പേഴ്സൊക്കെയും അവിടെ വെച്ച് എഴുന്നേറ്റ് പോകുന്നവനെ കണ്ടു മറ്റു രണ്ടുപേരും എന്താ കാര്യം എന്നറിയാതെ നോക്കി നിന്നപ്പോൾ ദേവു ചിരി ഉള്ളിൽ ഒതുക്കി നിഷ്കുവായി നിന്നു.